യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനം ശ്രവിക്കുവാനും ദൈവത്തോടു കൂടി ആയിരിക്കുവാനും ആ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സ്നേഹനിധിയായ ദൈവം, എല്ലാ രാജ്യങ്ങളുടെയും രാജാവായ സർവശക്തനായ കർത്താവ് നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗം. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. യേശുക്രിസ്തു ചില കാര്യങ്ങൾ നിർബന്ധപൂർവം മക്കളായ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവവചന ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം സ്വർഗസ്ഥനായ പിതാവല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു പിതാവ് ഉണ്ടാകില്ല. യേശുക്രിസ്തു അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു നേതാവുണ്ടാകരുത്. നിങ്ങൾ എളിമയോടുകൂടി ജീവിക്കണം. 3 കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിന്റെ സൃഷ്ടാവായി, നിന്റെ പിതാവായി ആരെ നീ ബഹുമാനിക്കണം. ആരുടെ പിന്നാലെയാണ് നീ യാത്ര ചെയ്യേണ്ടത്? ആരെയാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നീ അനുഗമിക്കേണ്ടത്? നിന്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? അത് നമ്മുടെ ജീവിതത്തിന് വേണ്ട ഒരു മാർഗരേഖ പോലെ ഈശോ വളരെ വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ പിതൃസ്ഥാനം ആരും ഏറ്റെടുക്കാൻ അനുവദിക്കാതിരിക്കുക. നിനക്കൊറ്റ പിതാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവ് മാത്രം. ആ ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഭൂമിയിൽ വേറെ ആരെയും നീ പിതാവേ എന്ന് വിളിക്കരുത്. നിനക്കൊറ്റ നേതാവേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെയാണ് നീ അനുഗമിക്കേണ്ടത്, വേറെ ആരെയുമല്ല. നിന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് സ്വർഗത്തിൽ ഉയർച്ച നേടുവാൻ എളിമയുള്ള ജീവിതം നീ നയിക്കുക. ഈ വചനം ഇന്ന് യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഈ വചനഭാഗം നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു തലത്തിലേക്ക്, പുതിയൊരു അർത്ഥത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും
സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും മക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തു വഴി പിതാവായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഇന്നു മുതൽ അനുഗ്രഹപൂർണമാക്കട്ടെ. സ്വർഗീയ പിതാവിനെ പിതാവായിട്ടും യേശുവിനെ നേതാവായും മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം നേരായ വഴിക്ക് കർത്താവ് ഈശോ മിശിഹ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.